ലോക മുലയൂട്ടൽ വാരാചരണവുമായി ബന്ധപ്പെട്ട് ഹരിപ്പാട് റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ നടത്തി. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലാണ് പരിപാടികൾ നടത്തിയത്. ലോകമെമ്പാടും മുലയൂട്ടൽ വാരം ആചരിക്കുന്നതിന്റെ ഭാഗമായി ഹരിപ്പാട് റോട്ടറി ക്ലബ്ബ് വിവിധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ജി അരുൺനാഥിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ യോഗം നടത്തി. മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളെല്ലാവരും ബോധവൽക്കരിക്കുക എന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു ബർത്ത് റൈറ്റാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജന്മാവകാശമാണ് നമ്മുടെ മുലപ്പാൽ എന്നുള്ളത്. അപ്പൊ അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയാണ് ഈ അമ്മമാരെല്ലാം നമ്മുടെ ജനറേഷനെ അത് നന്നായി ബോധവൽക്കരിക്കപ്പെട്ടാൽ മാത്രമേ അടുത്ത ജനറേഷന് ആവശ്യമായ പോഷകാഹാരം, ഏറ്റവും നല്ല പ്രകൃതിദത്തമായ സ്റ്റെറൈൽ അണുവിമുക്തമായിട്ടുള്ള ഒരു പോഷകാഹാരമാണ് മുലപ്പാൽ. അപ്പൊ നമ്മൾ ഈ മാറി വരുന്ന ട്രെൻഡുകളനുസരിച്ച് അല്ലെങ്കിൽ അമ്മമാരുടെ ഔദ്യോഗിക ജീവിതമൊക്കെ സാക്രിഫൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടി പലരും ടിങ്ക് ഫുഡ് കൊടുക്കുന്ന ഒരു പ്രവണത ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മുലയൂട്ടൽ വാരാചരണവും റോട്ടറി ക്ലബ്ബ് പോലുള്ള പല സംഘടനകളുടെയും പ്രവർത്തനവും കാരണം ഈയിടെയായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നന്നായി നമ്മുടെ അമ്മമാർ ബോധവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് 6 മാസം വരെ എക്സ്ക്ലൂസീവായിട്ട് മുലയൂട്ടൽ മാത്രമാണ്, മുലപ്പാൽ മാത്രമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ അണുവിമുക്തമായി യാതൊരു ചെലവുമില്ലാതെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരേപോലെ പ്രകൃതി കരുതി വെച്ചിരിക്കുന്ന ഒരു ഔഷധം തന്നെയാണ് മുലപ്പാല്. നമ്മുടെ കവികൾ തന്നെ അതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അമ്മിഞ്ഞപ്പാലും ചോരിവാ കൊണ്ടാക്കിയും അമ്മയെ തന്നെ വിളിച്ചു പൈതൽ എന്നൊരു കവിത നമുക്കറിയാം. മുലപ്പാലിന്റെ മധുരവും മാധുര്യവും അതിലുള്ള പോഷകങ്ങളും അതിലുള്ള അണുവിമുക്തമായ സാഹചര്യം ഒന്നും മറ്റൊരാഹാരത്തിനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ഭാവി തലമുറ, വളരെ ആരോഗ്യമുള്ള ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിന് ആദ്യമായിട്ട് നമ്മൾ അവർക്ക് നൽകേണ്ട ഒരു ഔഷധമാണ് മുലപ്പാൽ. അപ്പോൾ അതിന്റെ ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ച റോട്ടറി ക്ലബ്ബ് തീർച്ചയായും ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതൊരു പൊതു താല്പര്യാർത്ഥം ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് വളരെ പ്രശംസനീയമാണ്. യോഗത്തിൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ജെയിൻ ജേക്കബ്, പീഡിയാട്രീഷ്യൻ ഡോക്ടർ ജിഷ ജേക്കബ്, മുൻ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷേർലി ജെ, നഴ്സിംഗ് സൂപ്രണ്ട് ഉഷാദേവി എന്നിവരും റോട്ടറി ക്ലബിന്റെ മുൻ അസിസ്റ്റന്റ് ഗവർണർ റജി ജോൺ, മുൻ പ്രസിഡന്റ് ബീന ജയപ്രകാശ്, മുൻ സെക്രട്ടറി സൂസൻ കോശി എന്നിവരും പങ്കെടുത്തു. തുടർന്ന് ക്ലബ്ബ് പ്രൊജക്ട് ഡയറക്ടർ പ്രൊഫസർ ശബരിനാഥ് നവജാത ശിശുക്കൾക്കും അവരുടെ അമ്മമാർക്കും ആവശ്യാനുസരണം നൽകാനുള്ള വസ്ത്രങ്ങൾ ആശുപത്രിയുടെ പ്രസവ വിഭാഗത്തിന് നൽകി. ഹരിപ്പാട് റോട്ടറി ക്ലബിന്റെ ഡ്രസ് ബാങ്കിന്റെ ഉദ്ഘാടനവും നടന്നു. താലൂക്ക് ആശുപത്രിയുടെ അത്യാഹിത വാർഡിൽ അപകടത്തിൽപ്പെട്ട് വരുന്നവർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ നൽകുവാൻ കഴിഞ്ഞ 4 വർഷമായി ഹരിപ്പാട് റോട്ടറി ക്ലബ്ബ് ഡ്രസ് ബാങ്ക് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. റീന അരുൺനാഥ് മുലയൂട്ടലിന്റെ പ്രാധാന്യം വിശദീകരിക്കുന്ന ലഘുലേഖകൾ വിതരണം ചെയ്തു. ക്ലബ് സെക്രട്ടറി സുനിൽ ദേവാനന്ദ് നന്ദി പറഞ്ഞു. CDNet ന്യൂസ്, ഹരിപ്പാട്.